നമസ്കാരം. തായ്വാന്റെ പുതിയ പ്രസിഡന്റായി ലായ് ചിങ് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ചൈന വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അഭ്യാസങ്ങളുടെ ഭാഗമായി തത്സമയ വെടിമരുന്ന് വഹിക്കുന്ന ഡസൻ കണക്കിന് ചൈനീസ് യുദ്ധവിമാനങ്ങൾ, ഡെസ്ട്രോയറുകൾ, ഫ്രിഗേറ്റുകൾ, മിസൈൽ സ്പീഡ് ബോട്ടുകൾ എന്നിവയ്ക്കൊപ്പം വമ്പൻ നീക്കങ്ങളിലേക്കാണ് ചൈന കടന്നിരിക്കുന്നത്. തായ്വാനിൽ അശാന്തി പടർത്താൻ ചടുലമായ നീക്കങ്ങളിലേക്കാണ് ചൈന കടന്നിരിക്കുന്നത്. തായ്വാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ സൈന്യം, നാവികസേന, വ്യോമസേന, റോക്കറ്റ് സേന എന്നിവ ഉൾപ്പെടുന്ന സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചതായി ചൈന അറിയിച്ചത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ്. തായ്വാൻ കടലിടുക്കിലാണ് ഈ അഭ്യാസങ്ങൾ നടക്കുന്നത്. ദ്വീപിനെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്ന ഇടുങ്ങിയ ജലാശയത്തിലും അതേപോലെ തായ്വാന്റെ വടക്ക്, തെക്ക്, കിഴക്ക് എന്നിവിടങ്ങളിൽ നിന്നും വേർതിരിക്കുന്നതായ വിപുലമായ നീക്കങ്ങളാണ് നടക്കുന്നത്. തായ്വാനിലെ കിൻമൻ, മാറ്റ്സു, വുഖിയു, ഡോങ്യിൻ എന്നീ ദ്വീപുകൾക്ക് സമീപമാണ് അഭ്യാസം നടക്കുന്നത് എന്നും പറയുന്നുണ്ട്. തായ്വാൻ സ്വാതന്ത്ര്യസേനയുടെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള ശക്തമായ ശിക്ഷയും ബാഹ്യശക്തികളുടെ ഇടപെടലിനും പ്രകോപനത്തിനുമെതിരെയുള്ള ഗുരുതരമായ മുന്നറിയിപ്പുമായിട്ടാണ് കമാൻഡിന്റെ വക്താവ് PLA നേവൽ കേണൽ ലീസി അഭ്യാസങ്ങളെ വിശേഷിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. തിരിച്ചടിയായി തായ്വാനും സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ സ്വന്തം യുദ്ധക്കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട്. തായ്വാൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമുള്ള തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൈനയ്ക്കുള്ള ശക്തമായ താക്കീതായി ദ്വീപ് രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാൻ തായ്വാൻ പ്രസിഡന്റ് ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു. തായ്വാൻ കടലിടുക്കിലും വലിയ മേഖലയിലും സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനുള്ള ആഗോള ഉത്തരവാദിത്തം തായ്വാനുമായി പങ്കിടാനും തായ്വാനെതിരെയുള്ള ചൈനയുടെ രാഷ്ട്രീയ സൈനിക ഭീഷണി അവസാനിപ്പിക്കുവാനും ചൈനയോട് ലായ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തിരുന്നു. 64-കാരനായ ലായ് രാഷ്ട്രീയത്തിലെ ഒരു നയതന്ത്രജ്ഞൻ കൂടിയാണ്. ഒരു കാലത്ത് തായ്വാന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരസ്യ വക്താവ് കൂടിയായിരുന്നു. ഇത് ചൈനയ്ക്ക് ഏൽപ്പിച്ച ആഘാതം വളരെ ആഴത്തിലാണ്. 6 വർഷം മുമ്പ് തായ്വാൻ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രായോഗിക പ്രവർത്തകൻ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ചൈന ഒരിക്കലും മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എന്നും ലായ് ചൈനയുടെ കണ്ണിലെ കരട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തായ്വാന്റെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കളെയും അവരുടെ പാർട്ടിയെയും ചൈന പരസ്യമായി പുച്ഛിക്കുകയാണ്. ദ്വീപ് ഒരിക്കലും ഭരിച്ചിട്ടില്ല എങ്കിലും ചൈനയുടെ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുകയും ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ച് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ചൈന കൂടുതൽ വലിയ നീക്കങ്ങളിലേക്ക് കടന്നാൽ തായ്വാന് നിയന്ത്രണം നഷ്ടമാകുമോ എന്നൊരു സംശയവും ഒരു വിഭാഗത്തെ ശക്തമായിട്ടുണ്ട്. അതിനെ വിസ്മരിച്ചുകൂടാ. ദ്വീപിന്റെ പരമാധികാരത്തിനും വ്യതിരിക്തമായ സ്വത്വത്തിനും വേണ്ടി വാദിക്കുന്നതിനാൽ തായ്വാനിലെ സമാധാനം കെടുത്തുക തന്നെയാണ് ചൈനയുടെ ലക്ഷ്യം. തായ്വാൻ സ്വാതന്ത്ര്യം നേടാനുള്ള ഏത് ശ്രമത്തിനും വിദേശ ഇടപെടലുകൾക്കുമെതിരെ പോരാടാൻ തയ്യാറാണെന്നാണ് ചൈന പ്രഖ്യാപിച്ചിട്ടുള്ളത്. തായ്വാൻ ചൈനയുടേതാണ് എന്നത് തന്നെയാണ് ചൈന മുന്നോട്ട് വെക്കുന്ന ആശയം. പക്ഷേ തായ്വാൻ സ്വയം ഒരു പരമാധികാര രാജ്യമായി കാണുന്നു. ചൈന ദ്വീപിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നിടത്താണ് കാര്യങ്ങൾ കലുഷിതമാകുന്നത്. തായ്വാന്റെ തന്ത്രപരമായ പ്രാധാന്യം എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ചൈന, ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നിവയോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്താണ് തായ്വാൻ സ്ഥിതി ചെയ്യുന്നത്. ആഗോള വ്യാപാരത്തിനും സുരക്ഷയ്ക്കും നിർണായകമായി തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും ദക്ഷിണ ചൈന കടലിലേക്കും അതിന്റെ സ്ഥാനം സ്വാഭാവിക കവാടം നൽകുന്നുണ്ട്. അർദ്ധചാലകങ്ങൾ ഉൾപ്പെടെയുള്ള ഹൈടെക് ഇലക്ട്രോണിക്സിന്റെ പ്രധാന നിർമ്മാതാക്കളാണ്. തായ്വാൻ ലോകത്തിലെ അർദ്ധചാലകങ്ങളുടെ 60% ഏറ്റവും പുരോഗമിച്ച 90% ഉൽപ്പാദിപ്പിക്കുന്നു. തായ്വാനിൽ ആധുനികവും കഴിവുള്ളതുമായ ഒരു സൈന്യമുണ്ട്. അത് രാജ്യത്തിന്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഏഷ്യ പസഫിക് മേഖലയിലും അതിനപ്പുറവും ശക്തിയുടെ സന്തുലിതാവസ്ഥയെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള തായ്വാൻ പ്രാദേശിക ആഗോള ഭൗമ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ്. എന്തായാലും ചൈന തായ്വാന്റെ ഒരു നീക്കത്തെയും അംഗീകരിക്കില്ല. തായ്വാനിലെ ഓരോ മാറ്റങ്ങളെയും ചൈന പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത്. എത്രത്തോളം അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കാമോ, എത്രത്തോളം അശാന്തി പടർത്താമോ, സമാധാനം കെടുത്താമോ, ആ ഒരു നീക്കം തന്നെയാണ് ചൈന മുന്നോട്ട് വെക്കുന്നത്. തായ്വാനെ സ്വതന്ത്രമായി നിലനിൽക്കാൻ, തായ്വാന്റെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കില്ല എന്നത് തന്നെയാണ് ചൈനയുടെ പ്രതിജ്ഞ. ഏത് വിധേനയും തായ്വാനെ സ്വൈര്യം കെടുത്തുക എന്നത് തന്നെയാണ് ഷീ ജിൻപിങ്ങിന്റെ പ്രധാന ലക്ഷ്യവും. അതിനായിട്ടാണ് ഇപ്പോൾ ഇക്കണ്ട അഭ്യാസങ്ങൾ അത്രയും ചൈന നടത്തുന്നത്. എന്തായാലും തായ്വാനിൽ ചൈന കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. അമേരിക്കയുടെ കണ്ണുകൾ ചൈനയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. തായ്വാനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ ചൈനയെ അനുവദിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയിൽ തന്നെയാണ് അമേരിക്കയുള്ളതും. പക്ഷേ അമേരിക്കയുടെ ഈ പിന്തുണയാണ് ചൈനയെ ഏറ്റവും അധികം അലോസരപ്പെടുത്തുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും തായ്വാനിൽ എന്ത് സംഭവിക്കും, ചൈനയുടെ പുതിയ നീക്കം എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.